വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ICT എൻട്രി മോഡൽസ് ആണ്. ICT റിവൈസ്ഡ് സീരീസിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന 6ാമത് വീഡിയോ കൂടിയാണ് ഇത്. ഏതൊക്കെയാണ് നമ്മളുടെ ICT എൻട്രി മോഡൽസ്, എങ്ങനെയാണ് നമ്മൾ ഈ മോഡൽസ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നും, ഇനി ഈ ഐഡൻറ്റിഫൈ ചെയ്തത് എങ്ങനെയായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണമെന്നും, അതുപോലെ തന്നെ എന്താണ് ഈ മോഡൽസ് എല്ലാം തന്നെ ഒരു A+ കാറ്റഗറി ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം എന്നതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഗ്യാരണ്ടീഡ് നോളജ് പാക്ഡ് വീഡിയോ തന്നെയായിരിക്കും ഇത്. അങ്ങനെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ ക്ലാസ്സിൻ്റെ കോണ്ടൻസ് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ AMD ഓർ PO3 അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ PO3 പവർ ഓഫ് 3 ഈ ഒരു സൈക്കിൾ പറയാതെ നമുക്ക് മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. അതുപോലെ എന്താണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു A+ സെറ്റപ്പ്, അതുപോലെ ഒരു A+ സെറ്റപ്പിന് വേണ്ട വാലിഡ് BOS എന്താണ്, അതുപോലെ വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്താണ്, അതുപോലെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡ്യൂസ്മെൻറ്റ്, അതുപോലെ നമ്മളുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള ICT എൻട്രി മോഡൽസിൽ നമ്മളിവിടെ ഒരു 3 ICT എൻട്രി മോഡൽസ് നമ്മൾ പറയും. അതിൻ്റെ ചാർട്ട് എക്സാമ്പിൾ, റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ പറയും. ഓക്കെ, അതിനുശേഷം അതിനെ കണക്ട് ചെയ്തും കൊണ്ട് റിസ്ക് മാനേജ്മെൻറ്റ്, പൊസിഷണൽ സൈസിങ്ങും എന്താണെന്ന് പറയും. അതിനുശേഷമായിരിക്കും എല്ലാം കൂടി കമ്പൈൻ ചെയ്തും കൊണ്ട് ഒരു കമ്പൈൻ കൺക്ലൂഷനിലൂടെ ആയിരിക്കും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കോണ്ടൻസ് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോ ലെങ്തി ആയിരിക്കും, തികച്ചും യാദൃശ്ചികം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പറയുന്നതും പറഞ്ഞു വെക്കുന്നതുമായിട്ടുള്ളത് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ICT AMD ഓർ പവർ ഓഫ് 3. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ICT അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് AMD, റെഫേഴ്സ് ടു ദ ഫേസ് ഇൻ ദ മാർക്കറ്റ് ബിഹേവിയർ ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് യൂസ്. ഓക്കെ, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു 3 ഫേസസ് ആണ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൻ്റെ ബിഹേവിയർ അവർ നോക്കി കാണുന്ന രീതിയാണ് ഇത്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നടക്കുന്നത് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആയിരിക്കും. ഒരു അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ക്വൈറ്റ് ബിൽഡിംഗ് പൊസിഷൻ ഡ്യൂറിങ് ദ പ്രൈസ് കൺസോൾട്ടേഷൻ, പ്രൈസിനെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലൂടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്വൈറ്റ്ലി ബിൽഡ് പൊസിഷൻസ് ഡ്യൂറിങ് പ്രൈസ് കൺസോൾട്ടേഷൻ, പ്രൈസിനെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് അക്യുമുലേഷൻ. എന്തുകൊണ്ടാണ് അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഒരു സൈഡ് വേസ് പോകുന്നതിൻ്റെ കാരണം, ബിക്കോസ് ഓഫ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഏറ്റവും അവരുടെ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും അല്ലെങ്കിൽ അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഹെവി ക്വാണ്ടിറ്റി ആയിരിക്കും അവരുടെ എൻട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം മാർക്കറ്റിൽ അത്രയും ഓർഡേഴ്സ് അവിടെ എന്തായിട്ടുണ്ടാവില്ല, അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അവർ കിട്ടുന്ന ഓരോ സ്ലോട്ടിലായിട്ട് അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നു. ആ ബിൽഡ് ചെയ്യുന്നതാണ് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം അക്യുമുലേഷൻ സ്റ്റേജിന് ശേഷം സംഭവിക്കുന്നതാണ് മാനിപ്പുലേഷൻ സ്റ്റേജ്. ഓക്കെ, മാനിപ്പുലേഷൻ സ്റ്റേജ് നമ്മൾ നോക്കുന്നത് പ്രൈസ് ആർ മാനിപ്പുലേറ്റഡ് ട്രിഗർ റീറ്റെയിൽ ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലോസ് ഓർ ഫോൾസ് ബ്രേക്ക്ഔട്ട്. ഈ കൺസോൾട്ടേഷന് ശേഷം, അതായത് ഒരു അക്യുമുലേഷൻ സ്റ്റേജിന് ശേഷം പ്രൈസ് നെക്സ്റ്റ് കാണിക്കുന്നതാണ് ഒരു മാനിപ്പുലേഷൻ. ഓക്കെ, കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കൺസോൾട്ടേഷൻ പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ഒരു ബോക്സ് പാറ്റേൺ അല്ലെങ്കിൽ എന്താണ് ഒരു റേഞ്ച് പാറ്റേൺ ഫോം ആവും. ഓക്കെ, ഇതിനെന്താണ്, ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ഇട്ടും കൊണ്ട് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്തും കൊണ്ടായിരിക്കും നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫേസിലേക്ക് പോകുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, ദ റിയൽ മൂവ് ഹാപ്പൻസ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫേസിലായിരിക്കും ദ റിയൽ മൂവ് ഹാപ്പൻസ് ആൻഡ് എക്സിറ്റ് അറ്റ് ദ ടോപ്പ്. അതിനുശേഷം എന്തായിരിക്കും, ഈ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിലായിരിക്കും അവർ ടോപ്പിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് അവർ നോക്കിക്കാണുന്നത്, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അക്യുമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ആക്ച്വൽ റിയൽ എൻട്രി പോകുന്നതിന് മുന്നേ ഒരു പേർജ് താഴേക്ക് ഇടും, അല്ലെങ്കിൽ എന്താണ്, ഒരു മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവരുടെ ആക്ച്വൽ റിയൽ മൂവ് മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, ICT
PO3, അതായത് പവർ ഓഫ് ത്രീ ഈസ് എൻ ഔട്ട്കം ഇൻ ICT ട്രേഡിംഗ്. ഫോക്കസ് ഓൺ അപ്ലൈയിങ് ദീസ് കോൺസെപ്റ്റ് ടു ഐഡൻറ്റിഫൈ പ്രോഫിറ്റബിൾ ട്രേഡ്സ് അലൈങ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രാറ്റജീസ്. ഓക്കെ, അതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു 3 ഫേസസ് ആണ് ഈ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആയ AMD. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന ഈ ഓരോ മോഡൽസും ഈ AMD ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ ബേസിലായിരിക്കും ഇനി മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ AMD എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് AMDയിൽ തന്നെ ബുള്ളിഷ് AMD അഥവാ ബുള്ളിഷ് POA ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ നമ്മൾ 2 ഇമേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോൺ ആയിട്ട് ഇമേജും, രണ്ടാമത്തെ എന്താണ് നമ്മളുടെ സോൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഇമേജ്. നിങ്ങൾ ഫസ്റ്റത്തേത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പ്രൈസ് എന്താണ് ഒരു ബുള്ളിഷ് AMD വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് AMD ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആയിരിക്കും. അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൈസ് ഒരു കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, ഒരു അക്യുമുലേഷൻ സ്റ്റേജാണ്. അക്യുമുലേഷൻ സ്റ്റേജിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് അവരുടെ ഓർഡേഴ്സ് ക്വയറ്റ്ലി ബിൽഡ് ചെയ്യുന്ന ഒരു ഫേസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഒരു മാനിപ്പുലേഷൻ ഫേസ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ നോക്കൂ, ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ പ്രൈസ് താഴേക്ക് പോകുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു AMD പാറ്റേൺ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ ഒരു ബുള്ളിഷ് ആണെങ്കിൽ എപ്പോഴും ആ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ നടന്നിട്ടുള്ള സോണിൻ്റെ ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോവുക. ഇൻ കേസ് ഇനി ഒരു ബെയറിഷ് AMD പാറ്റേൺ ആണെങ്കിൽ എന്താണ്, ഒരു ബെയറിഷ് AMD പാറ്റേൺ ആണെങ്കിൽ ആ ഒരു അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ആ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും താഴേക്കുള്ള നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് പോലെ എന്താണ്, ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു അക്യുമുലേഷൻ സ്റ്റേജ് നോക്കൂ നിങ്ങൾ, ഒരു അക്യുമുലേഷൻ സ്റ്റേജ്, അതിനുശേഷം എന്താണ് ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ്. മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ താഴെയൊക്കെ എന്തുണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. കാരണം ഒരു റീറ്റെയിലർ ഇതുപോലെ ഒരു റേഞ്ച് മാർക്കറ്റ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, ഒന്നെങ്കിൽ റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലോങ് എൻട്രി എടുക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു റേഞ്ച് മാർക്കറ്റിൻ്റെ താഴേക്ക് സെല്ല് ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഇനി ഒരു ഓപ്ഷൻസിൻ്റെ ബേസിലൊക്കെ ആവുന്ന സമയത്ത് എന്താണ്, അവിടെ ഇതുപോലെ റേഞ്ച് മാർക്കറ്റ് വരുന്ന സമയത്ത് പലതരം സെല്ലിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, മെയിൻലി സ്ട്രാഡിൽസ്. ഓക്കെ, ഇങ്ങനെയൊക്കെ വെക്കുന്ന സമയത്താണ് ഒരു സ്ട്രാഡിലൊക്കെ വെക്കുന്ന ഒരു സ്ട്രാഡിൽ, സ്ട്രാങ്കിളൊക്കെ വെക്കുന്ന സമയത്ത് എന്താണ്, അവരെപ്പോഴും എന്താണ് ഒരു മാർക്കറ്റ് റേഞ്ചിൽ കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, ആ റേഞ്ചിൻ്റെ മുകളിലും ആ റേഞ്ചിൻ്റെ താഴെയും എന്തുണ്ടാവും, ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക എന്താണ്, അവിടെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആണ് അതെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അവരവരുടെ ഓർഡേഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ടാവും, വെദർ ബുള്ളിഷ് വെദർ ബെയറിഷ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് AMD പ്രകാരം പ്രൈസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ആദ്യം പ്രൈസിനെ താഴേക്ക് ഇറക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ഫോം ആകും. ഒരു അക്യുമുലേഷൻ സ്റ്റേജിൽ മുകളിലും ലിക്വിഡിറ്റി, താഴെയും ലിക്വിഡിറ്റി. ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റീറ്റെയിൽ സ്റ്റോപ്പ് ലോസസ് ആണ്. ഓക്കെ, റീറ്റെയിൽ സ്റ്റോപ്പ് ലോസ് മുകളിലും റീറ്റെയിൽ സ്റ്റോപ്പ് ലോസ് താഴെ. നമുക്കറിയാം, ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസോൾഡേറ്റഡ് ബോക്സ് പാറ്റേൺ എന്നൊക്കെ റീറ്റെയിൽ ബൈബിൾ പ്രകാരം, റീറ്റെയിൽ ആൻതും പ്രകാരം പറയുന്നതായിരിക്കും. മുകളിലും താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യും, അതിനുശേഷം പ്രൈസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, ആദ്യം ഈ അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ലോ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കും മുകളിലേക്ക് പോയിട്ട് ഒരു റീട്രേസ്മെൻറ്റോട് കൂടി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആരംഭിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം പോലെ വരച്ച് കാണിച്ച കാര്യം നമ്മൾ നേരെ എന്താണ്, ഈ ഒരു എക്സാമ്പിൾ ത്രൂ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ആദ്യം തന്നെ എന്തായിരിക്കും, ഒരു അക്യുമുലേഷൻ സ്റ്റേജ് വരും. ഈ അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ഇൻ ദ ഫോം ഓഫ് കൺസോൾട്ടേഷൻ, റേഞ്ച് മാർക്കറ്റ് പോലെയൊക്കെ ആയിരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിലൊക്കെ എന്തായിരിക്കും, എപ്പോഴും മുകളിൽ എന്തായിരിക്കും, ലിക്വിഡിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടുന്ന് സെല്ല് ചെയ്യുന്നു, ഇവിടുന്ന് സെല്ല് ചെയ്യുന്നു, ഇവിടുന്ന് സെല്ല് ചെയ്യുന്നു, ഇവിടുന്ന് സെല്ല് ചെയ്യുന്നൊക്കെ ആളുകളുടെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോൾ ആ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെയാണ് തിരിച്ച് മാർക്കറ്റ് എന്താണ് ലോയും ഇവിടുന്ന് ബൈ ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരിക്കും, ഈ താഴെയും എന്തായിട്ടുണ്ടാവും, ഒരു സേഫ് സ്റ്റോപ്പ് ലോസ് സോൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഒരുപാട് പേര് ഈ അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാകും,
സെല്ല് ചെയ്തിട്ടുണ്ടാകും. കണ്ടില്ലേ? ഇതുപോലെ ക്യാൻഡിൽ ക്ലോസ് കിട്ടി, ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി, സെക്കൻഡ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി, ഇനി ഒരു റീട്രേസ്മെൻറ്റ് കിട്ടി, റീട്രേസ്മെൻറ്റിൽ തന്നെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഒരുപാട് പേര് ഇവിടെ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. ഇവിടെ സെല്ല് ചെയ്യുന്ന സമയത്ത് എന്താവും? അവരുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ എന്താവും? കുറച്ചുകൂടി ബെറ്റർ ആകും. ഓക്കെ, മാക്സിമം പോയാൽ ഈ ഏരിയ വരെ അവർ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ആയിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റിനെ പറയുന്നതാണ് എക്സ്പാൻഷൻ. ഓക്കെ, ഈ ഒരു മൂവിനെ പറയുന്നതാണ് എക്സ്പാൻഷൻ നടക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ഒരു മാനിപ്പുലേഷന് ശേഷമായിരിക്കും. ഇവിടെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നതാണ് അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ലോ ടേക്ക് ഔട്ട് ചെയ്യലാണ് ഇവിടെ മാനിപ്പുലേഷൻ. അപ്പോൾ എന്താണ്? ഒരു മാനിപ്പുലേഷന് ശേഷം എന്താണ്? ഒരു എക്സ്പാൻഷൻ നടക്കുന്നു. ഈ എക്സ്പാൻഷനിലായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിയൽ എൻട്രി എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്? തിരിച്ച് പ്രൈസ് ഒരു റീട്രേസ്മെൻറ്റ് വരും. റീട്രേസ്മെൻറ്റ് എന്ന് വരും എന്ന് പറയുമ്പോൾ എന്താണ് റീട്രേസ്മെൻറ്റ് ബാക്ക് ടു മാനിപ്പുലേഷൻ സ്റ്റേജ്. മാനിപ്പുലേഷൻ നടന്ന ഏരിയയിലേക്ക് പ്രൈസ് റീട്രേസ് വരും. എന്തിനാണ്? അവർ ഓർഡേഴ്സ് വീണ്ടും എൻട്രി എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഓർഡേഴ്സ്, അല്ലെങ്കിൽ അവരെന്താണ് ഓർഡർ ഫില്ല് ചെയ്യാനായിട്ട് മാനിപ്പുലേഷൻ കഴിഞ്ഞ ഏരിയയിലേക്ക് വരും. അവിടുന്ന് ഓർഡർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ദ ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് വരുന്നത്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കിക്കോ, AMD വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബുള്ളിഷ് AMDയിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആദ്യം നടക്കുന്നത് അക്യുമുലേഷൻ ഫേസ് ആയിരിക്കും. അതിനുശേഷം എന്താണ്? അക്യുമുലേഷൻ ഫേസിൻ്റെ ലോ ടേക്ക് ഔട്ട് ചെയ്ത് ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് ആവുന്നു. അതിനുശേഷം എന്താണ്? ഒരു എക്സ്പാൻഷൻ. അതിനുശേഷം എന്താണ്? ഒരു റീട്രേസ്മെൻറ്റ്. അതിനുശേഷമായിരിക്കും ആക്ച്വലി എന്ത് നടക്കുന്നത്? ദ റിയൽ ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് ബെയറിഷ് AMD അല്ലെങ്കിൽ ബെയറിഷ് PO3. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് AMD എന്താണ് പറഞ്ഞത്? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, വൈസ് വേഴ്സ. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ ഒരു ബെയറിഷ് AMD ഫോം ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് സെല്ലിങ് ആയിരിക്കും. ഓക്കെ, ഒരു ബെയറിഷ് AMD എപ്പോഴും ഫോം ആവുന്നത് എന്താണ്? അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസിലൂടെ തന്നെയാണ്. ആദ്യം തന്നെ ഉണ്ടാവുന്നത് എന്താണ്? ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആണ് ആദ്യം തന്നെ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മളിവിടെ അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അക്യുമുലേഷൻ സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഈ ലിക്വിഡിറ്റി ബിൽഡപ്പ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ബിൽഡിംഗ് ആണ്. കാരണം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഒരു ബെയറിഷ് AMD എന്ന് പറയുമ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത് ബൈ ഓർഡേഴ്സ് ആണ്. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ഇവിടെ ബൈ ഓർഡേഴ്സ് എന്ന് പറയുന്നത്? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സെല്ല് ചെയ്യണമെങ്കിൽ അതിന് എത്രത്തോളം ക്വാണ്ടിറ്റിയാണോ നമ്മൾ സെല്ല് ചെയ്യേണ്ടത്, അത്രത്തോളം ക്വാണ്ടിറ്റി എന്ത് വേണം? ബൈ വേണം. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ഒരു 10 ലക്ഷം ഷെയർസ് സെല്ല് ചെയ്യാനാണെങ്കിൽ ആ 10 ലക്ഷം സെൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഓപ്പോസിറ്റ് 10 ലക്ഷം ബൈ ഓർഡേഴ്സ് വേണം. എന്നിരുന്നാലേ ഓർഡർ മാച്ചിങ് പ്രകാരം ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുകയുള്ളൂ. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു 10 വീട് വാങ്ങണം. ഓക്കെ, എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, 10 വീട് എനിക്ക് വാങ്ങണം. ഈ 10 വീട് എനിക്ക് വാങ്ങണമെങ്കിൽ 10 വീട് സെല്ല് ചെയ്യാൻ അവിടെ ആൾ വേണം. 10 വീട് സെല്ല് ചെയ്യാൻ ആളില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും 10 വീട് എനിക്ക് വാങ്ങാൻ പറ്റില്ല. എനിക്കൊരു കാറ് വിൽക്കണമെങ്കിൽ ആ കാറ് വാങ്ങാൻ ഒരാൾ വേണം. സിമ്പിൾ ബിസിനസ് ലോജിക് അത് തന്നെയാണ് ഇതും. 10 ലക്ഷം ഷെയർ വിൽക്കണമെങ്കിൽ 10 ലക്ഷം ഷെയർസ് വാങ്ങാൻ ആൾ വേണ്ടേ? മാർക്കറ്റിൽ അറ്റ് എ ടൈം എന്താണ്? അത്രയ്ക്കും ആളുകൾ വാങ്ങാനില്ലെങ്കിൽ അവിടെ ബൈ ഓർഡേഴ്സ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോ. ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആദ്യം നടക്കും. അതിനുശേഷം എന്താണ്? ബെയറിഷ് AMDയിൽ പ്രൈസിൻ്റെ ഇൻറ്റൻറ്റ് താഴേക്കാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം മുകളിലെ അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, ബുള്ളിഷ് ആണെങ്കിൽ ലോ ടേക്ക് ഔട്ട് ചെയ്യും, ബെയറിഷ് ആണെങ്കിൽ ഹൈ ടേക്ക് ഔട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നത്? സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോ. ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നതിനാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ആളുകൾ മുകളിലേക്ക് എടുക്കും. അപ്പോൾ എന്തായും? അവരുടെ സ്റ്റോപ്പ് ലോസ് എന്തായിട്ടുണ്ടാവും? താഴെ ഉണ്ടാകും. ഓക്കെ, ലിക്വിഡിറ്റി ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് ക്രിയേറ്റ് ആവുന്ന സമയത്ത് വീണ്ടും ഫർദർ ലിക്വിഡിറ്റി ബിൽഡപ്പ് അവിടെ നടക്കും.
ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാണ്. ആദ്യം തന്നെ എന്താണ്, ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ക്രിയേറ്റ് ആകും. അതിനുശേഷം ഒരു ബെയറിഷ് AMD പ്രകാരം പ്രൈസ് താഴേക്കാണെങ്കിൽ ആദ്യം അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്തായിരിക്കും, മാനിപ്പുലേഷന് ശേഷം സംഭവിക്കുന്നതാണ് എക്സ്പാൻഷൻ. ഇവിടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് താഴേക്കാണ്. ഓക്കെ, മാനിപ്പുലേഷന് ശേഷം എക്സ്പാൻഷൻ സംഭവിച്ചു, അതിനുശേഷം റീട്രേസ്മെൻറ്റ് സംഭവിക്കും. ഈ റീട്രേസ്മെൻറ്റ് എങ്ങോട്ടാണ് സംഭവിക്കുന്നത്, എവിടെയാണോ മാനിപ്പുലേഷൻ നടന്നത് ആ ഏരിയയിലേക്ക് എന്ത് സംഭവിക്കും, ഒരു റീട്രേസ്മെൻറ്റ് നടന്ന് അവിടെ നിന്ന് നെക്സ്റ്റ് ഓർഡർ ഫില്ലിംഗ് നടന്നതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പലർക്കും വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് റീട്രേസ്മെൻറ്റ് എന്തിന്. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറ്റ് എ ടൈം ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ കിട്ടുന്ന ഓർഡേഴ്സിൽ അവിടെ ഓർഡർ പഞ്ച് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, വീണ്ടും ആ ഏരിയയിലേക്ക് എത്തുമ്പോൾ ഫർദർ അവിടെ നിന്ന് ഓർഡർ പഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അക്യുമുലേഷൻ സ്റ്റേജ്, അതിനുശേഷം എന്താണ് ഹൈ ടേക്ക് ഔട്ട് ചെയ്തു, എക്സ്പാൻഷൻ താഴേക്ക്, അതിനുശേഷം എന്താണ് റീട്രേസ്മെൻറ്റ് ടു എവിടേക്കാണ് മാനിപ്പുലേഷൻ നടന്ന ഏരിയ, അവിടെ ആയിരിക്കും നെക്സ്റ്റ് നമ്മളൊക്കെ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുന്നത് പോലെ തന്നെ എന്തായിരിക്കും നെക്സ്റ്റ് ഓർഡർ ലിമിറ്റ് ഇവിടെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എവിടെയാണോ മാനിപ്പുലേഷൻ നടന്നത് അവിടെ ആയിരിക്കും. അവിടെ എത്തുന്ന സമയത്ത് വീണ്ടും ഓർഡർ ഫില്ല് ചെയ്തിട്ടായിരിക്കും ആക്ച്വലി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാർട്ട് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു അക്യുമുലേഷൻ ഫേസ് ക്രിയേറ്റ് ആവും. അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോറടിപ്പിക്കാന്ന് വിചാരിക്കരുത്, ഇൻ ദ ഫോം ഓഫ് കൺസോൾട്ടേഷൻ, റേഞ്ച് പാറ്റേൺ അല്ലെങ്കിൽ ബോക്സ് പാറ്റേൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഒരു അക്യുമുലേഷൻ പാറ്റേണിൻ്റെ മുകളിലായിട്ടും താഴെയായിട്ടും എന്തായിരിക്കും, ലിക്വിഡിറ്റി ഉണ്ടാകും അല്ലേ, ലിക്വിഡിറ്റി ഉണ്ടാകും. കാരണം എന്താ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രൈസ് കുറേ നേരം എന്താണ് ഒരു റേഞ്ച് കളിക്കുന്ന സമയത്ത് എന്താണ്, പല ആളുകളും ഇത് നോട്ടീസ് ചെയ്യും. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബോക്സ് പാറ്റേൺ വരുന്നുണ്ട്, ഇവിടെ ഒരു അക്യുമുലേഷൻ പാറ്റേൺ വരുന്നുണ്ട്. ആളുകൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതാണ് ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബൈ എടുക്കുന്നു, താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ എന്താണ് മുകളിലും താഴെയും എന്തായിട്ട് ലിക്വിഡിറ്റി ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ബിൽഡപ്പ് നടക്കുന്നു. അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ മുകളിലെ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് എന്താണ് താഴേക്ക് എക്സ്പാൻഷൻ വരുന്നു, അതിനുശേഷം എന്താണ് റീട്രേസ്മെൻറ്റ് പോകുന്നു. മുകളിലേക്ക് എവിടേക്കാണ് റീട്രേസ്മെൻറ്റ് പോകുന്നത്, മാനിപ്പുലേഷൻ നടന്ന ഏരിയയിലേക്ക് തന്നെ ഒരു റീട്രേസ്മെൻറ്റ് പോകുന്നു. എന്തിനു പോകുന്നു, ഇൻ ദ പേർപ്പസ് ഓഫ് ഓർഡർ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും എന്ത്, ദ റിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച പോലെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതാണ്. ഇനി പറയുന്നത് എന്താണ്, നമ്മൾ പറയുന്ന ഈ ഒരു ഓരോ 3 മോഡൽസിലും എന്താണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ്റെ ഈ ഒരു പാറ്റേൺ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു തിയറി ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആദ്യം ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്, അതിനുശേഷം എന്താണ് ദെർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്, അതിനുശേഷം എന്താണ് എക്സ്പാൻഷൻ, റീട്രേസ്മെൻറ്റ്, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞ സെയിം സംഭവം തന്നെ നമ്മളെന്താണ് ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യം ലിക്വിഡിറ്റി സ്വീപ്പ്, അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ലോ ടേക്ക് ഔട്ട് ചെയ്യുന്ന ലിക്വിഡിറ്റി സ്വീപ്പ്, അതിനുശേഷം എന്താണ് ദെർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്, ഇതെന്താണ് എക്സ്പാൻഷൻ, അതിനുശേഷം റീട്രേസ്മെൻറ്റ് ടു എവിടേക്കാണ് മാനിപ്പുലേഷൻ, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായി AMD പാറ്റേൺ അഥവാ PO3 എന്ന് പറയുന്നത് ICTയുടെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. A സ്റ്റാൻഡ്സ് ഫോർ അക്യുമുലേഷൻ, അതായത് ലിക്വിഡിറ്റി ബിൽഡിംഗ്, M സ്റ്റാൻഡ് ഫോർ മാനിപ്പുലേഷൻ, ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന D സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ, അത് ലിക്വിഡിറ്റി റൺസിലാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക PO3 പവർ ഓഫ് 3. ഈ പവർ ഓഫ് 3 അഥവാ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ICT എൻട്രി പാറ്റേൺസ് അഥവാ ICT എൻട്രി മോഡൽസ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു 3 ICT മോഡൽസ് പറയുന്നുണ്ട്. ഇത് 3ഉം A+ സെറ്റപ്പാണ്. A+ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, A+ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെറ്റപ്പിനെ A+ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ A+ സിംപ്ലി മീൻസ് എന്താണ്, നമ്മളുടെ കണ്ടീഷൻസ് എല്ലാം ഫുൾഫില്ല് ചെയ്യുന്ന ഒരു സെറ്റപ്പിനെ ആയിരിക്കും നമ്മൾ A+ സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് ഹയർ പ്രോബാബിലിറ്റി ആയിരിക്കും. ഇവിടെ നമ്മൾ 3 A+ സെറ്റപ്പ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 3 എന്താണ് വാലിഡ് ആണ്, പക്ഷെ എന്താണ് അതിന് certain കുറച്ച് കാര്യങ്ങൾ കൂടുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് BOS + OB.
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അതിലുണ്ടാവുന്ന ഒരു ഓർഡർ ബ്ലോക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ നമ്മളുടെ മോഡൽ നമ്പർ 1. അതിനുശേഷം എന്താണ് രണ്ടാമത്തതെന്ന് പറയുന്നത്, എന്താണ്, ഒരു ബി ഒ എസ് നടക്കുന്നുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് നടക്കുന്നുണ്ട്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഫോമും അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് എന്ത്, നമ്മളുടെ മോഡൽ 2 എന്ന് പറയുന്നത്. ഓക്കെ, മോഡൽ 3 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം പി ഒ ഐനെ ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് ഒരു മോഡൽ 2 ക്രിയേറ്റ് ആവുന്നത്. അതായത് മോഡൽ 3 എന്ന് പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം പി ഒ ഐ. എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിം പി ഒ ഐ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? അത് ചിലപ്പോൾ ഒരു ഒ ബി ആയിരിക്കാം, ഒരു എഫ് ഇ ജി ആയിരിക്കാം, ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിരിക്കാം, ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ആയിരിക്കാം, എന്തും ആയിരിക്കാം. ഈവൻ എന്തായിരിക്കും, ഒരു ലിക്വിഡിറ്റി പൂൾ ആയിട്ടുള്ള ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കാം, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കാം. ഒരു ഹയർ ടൈം ഫ്രെയിം ബി ഒ എനെ ടച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിം പി ഒ എന്ന് പറയുമ്പോൾ നമ്മളൊരു സോൺ പോലെ ഒരു പി ഡി ആർ എ ഫോമിലാണെങ്കിൽ അതിനെ ടച്ച് ചെയ്തും കൊണ്ട് നമുക്ക് ഒരു ബി ഒ എസ്, ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നു. അല്ലെങ്കിൽ എന്താണ് ഒരു ലിക്വിഡിറ്റി പി പൂൾസിനെ ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നു, ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നു, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നു. നമ്മളിപ്പോൾ പറയുന്ന 3 കാര്യം എന്താണ്, വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം. ഇൻവാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മളെന്താണ് ഒരു A+ സെറ്റപ്പായിട്ട് പരിഗണിക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 മോഡൽസ് പറഞ്ഞിട്ടുണ്ട്. മോഡൽ 1, മോഡൽ 2, മോഡൽ 3. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോഡൽ 1 എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള മോഡലാണ്. ഒരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കും കിട്ടുന്നതായിരിക്കും എന്ത്, നമ്മളുടെ മോഡൽ നമ്പർ 1. അത് നമ്മൾ പ്രോബബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, അത് കുറച്ച് ലോ പ്രോബബിലിറ്റിയാണ്. ലോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇൻ ദ കേസ് ഈ ഒരു മോഡൽസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഒരു ലോ പ്രോബബിലിറ്റി. ഓക്കെ, മോഡൽ 2 എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഈ മോഡൽ 1ൻ്റെ കൂടെ അഡീഷണലി എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഓർഡർ ബ്ലോക്ക്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഫോർമേഷനും കൂടി ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും, അത് ഈ ഒരു മോഡൽ 1നേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, മോഡൽ നമ്പർ 3 എന്ന് പറയുമ്പോൾ എന്താണ്, മോഡൽ നമ്പർ 2 സംഭവിക്കുന്നത് എപ്പോഴായിരിക്കണം, ഒരു ഹയർ ടൈം ഫ്രെയിം പി ഒ ഐനെ ടാപ്പ് ചെയ്തും കൊണ്ടായിരിക്കും മോഡൽ 3 സംഭവിക്കുന്നത്. അതെന്തായിരിക്കും, അത് ഈ മോഡൽ നമ്പർ 2നേക്കാൾ പവർഫുൾ ആയിരിക്കും. അതാണ് ഈ റേഡോമീറ്ററിൻ്റെ ബേസിൽ നമ്മളിവിടെ കൊടുത്തത്. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് ഓരോന്നും എങ്ങനെയാണ്, എന്താണ് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്, ബോറടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമ്മൾ നേരത്തേൽ പറഞ്ഞതുപോലെ ബി ഒ എസ്, ഒ ബി, ഇൻഡ്യൂസ്മെൻറ്റ്, ഈ ഒരു 3 ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ 3 ടേംസിനെ കുറിച്ച് നമ്മളൊന്നും ഇവിടെ പറയണ്ടേ ആക്ച്വലി, അതല്ല അതിൻ്റെ ഒരു മര്യാദ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വേണ്ട മേജർ ആയിട്ടുള്ള കാര്യമാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. അതായത് നമ്മൾ അക്യുമുലേഷൻ മാനിപ്പുലേഷനിൽ പഠിച്ച പോലെ അക്യുമുലേഷൻ സ്റ്റേജിൻ്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നു, ലോ ടേക്ക് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നതെന്ന് പറയുന്നത്, നമുക്കൊരു മാനിപ്പുലേഷൻ സ്റ്റേജ് കിട്ടുന്നത്. ഓക്കെ, അത് ക്ലബ്ബ് ചെയ്യിപ്പിച്ചും കൊണ്ട്, അല്ലെങ്കിൽ അതിനെ അലൈൻ ചെയ്തും കൊണ്ട് നമ്മൾ ICT എൻട്രി മോഡലിൽ നമ്മൾ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വാലിഡ് ആവണമെങ്കിൽ അതിന് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ഓക്കെ, അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസ്. സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാവണം, ക്യാൻഡിൽ ക്ലോസ് ആവണം. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ആ ഒരു ട്രെൻഡിൻ്റെ ഡൊമിനൻസിയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നത് വീക്ക് ആയിട്ടുള്ള ക്യാൻഡിലോട് കൂടിയാണെങ്കിൽ ആ സ്ട്രക്ചർ ബ്രേക്ക്, ഇനി ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയാൽ പോലും നമുക്കൊരു വാലിഡിറ്റി പറയാൻ വേണ്ടി പറ്റുമോ? പകരം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിട്ട് നല്ല ബുള്ളിഷ് ക്യാൻഡിൽ, അല്ലെങ്കിൽ നല്ല ബെയറിഷ് ക്യാൻഡിലോട് കൂടിയിട്ട്, ക്യാൻഡിൽ ക്ലോസോട് കൂടിയിട്ട് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, അവിടെ ഡൊമിനൻസി മാറ്റം സംഭവിച്ചു, അല്ലെങ്കിൽ ഡൊമിനൻസി ബയേഴ്സ് ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഡൊമിനൻസി സെല്ലേഴ്സ് ഏറ്റെടുത്തു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഒരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇനി നമ്മൾ വാലിഡ് ബി ഒ ഐസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്നത് വാലിഡ് ഓർഡർ ബ്ലോക്കിലേക്കാണ്. ഒരു വാലിഡ് ഓർഡർ ബ്ലോക്കിന് ആദ്യം വേണ്ടത് ഒരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മൾ ഇവിടെ പറഞ്ഞു. അതിനുശേഷം വേണ്ടത് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്കിന് ഒരു ഇംബാലൻസ്, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് FEG വേണം. FEG എന്ന് പറയുമ്പോൾ എന്താണ്, അതും ഒരു PDRA ആണ്. കാരണം എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുമ്പോൾ അതിലുണ്ടാവും എന്ത്, ഫെയർ വാല്യൂ ഗ്യാപ്പ്.
ഓക്കെ, അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിന് എന്ത് വേണം? ഒരു ഇംബാലൻസ് വേണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. അത് എവിടെയായിരിക്കണം? അത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാച്ച് ആയിട്ടാണോ? കാരണം ഒരു ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ട് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെ വരണം? ഡിസ്കൗണ്ടിൽ വരണം. അതുപോലെ ഒരു ബെയറിഷ് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ച്, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ച് നമുക്കൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് FEGയും ഇംബാലൻസും വേണം. അത് എവിടെ വേണം? പ്രീമിയത്തിൽ വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിന് ആദ്യം വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. അതിനാദ്യം നമ്മൾ വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഒരു FEG ഇംബാലൻസ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാച്ച് ആയിട്ട് വരണം. അതിനുശേഷം എന്താണ്? ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നല്ല റിസ്ക് റിവാർഡ് ഫോമിലായിരിക്കും. അത് എൻ്റെ വക ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ആഡ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വാലിഡ് BOS, വാലിഡ് ഓർഡർ ബ്ലോക്ക്. ഇനി സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഇൻഡ്യൂസ്മെന്റ് എന്താണ്. ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻ ICT ട്രേഡിംഗ്, ഇൻഡ്യൂസ്മെന്റ് ഈസ് വെൻ certain ആക്ഷൻ ഓർ സിഗ്നൽ ആർ യൂസ്ഡ് ടു ഇൻഫോഴ്സ് ഓർ ഇൻഡ്യൂസ് ട്രേഡേഴ്സ് ഡിസിഷൻ ടു ബൈ ഓർ സെൽ അസെറ്റ്. ഓക്കെ, ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രാറ്റജിയാണ്. എന്താണ്? ഇൻഡ്യൂസ് ചെയ്യുക, ആളുകളെ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുക. നമ്മളുടെ സൈക്കോളജി ട്രിഗർ ചെയ്യിച്ചും കൊണ്ട് ഒരാൾ ഒരു ലെവലിൽ നിന്ന് ബൈ എടുക്കാം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു 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 പൂൾ ഓഫ് വ്യക്തികൾ ഒരു ലെവലിൽ നിന്ന് ബൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ഏർലി എൻട്രി എടുപ്പിക്കുക. അതിനെയാണ് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്. അത് ഒരു ടൈപ്പ് ഓഫ് ട്രാപ്പാണ്. എന്താണ്? ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ഈ ലെവൽ എത്തിക്കഴിഞ്ഞാലേ ഞാൻ എൻട്രി എടുക്കൂ എന്ന് ഞാൻ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സൈക്കോളജീനെ ട്രിഗർ ചെയ്യിച്ചുകൊണ്ട് എൻ്റെ ഏർലി എൻട്രി ആക്കി മാറ്റും. ഓക്കെ, ആ ഒരു മെത്തേഡാണ് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത് OBനെ സ്ട്രെങ്തനിങ് ചെയ്യും. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനിയാണ് നമ്മളുടെ മെയിൻ കോഴ്സിലേക്ക് പോകുന്നത്. എന്താണ്? മോഡൽ നമ്പർ 1, നമ്മളുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്ലസ് ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ പല ആളുകൾക്കും തോന്നുന്ന കാര്യം എന്താണ്? ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇപ്പോൾ അറൗണ്ട് 20-25 മിനിറ്റോളം പാഴാക്കി? ഇത് മനസ്സിലായവർക്ക് മനസ്സിലാവും. നമ്മൾ ഫൗണ്ടേഷൻ നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക, അതായത് നല്ല രീതിയിൽ അടിത്തറ പാകിയാൽ മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? മോഡൽ നമ്പർ 1, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്ലസ് ഓർഡർ ബ്ലോക്ക്. ഞാൻ പറഞ്ഞു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഓർഡർ ബ്ലോക്കും വാലിഡ് ആവണം. ഓക്കെ, ഇപ്പം എന്താണ്? ഡസും ഡോൺ ഡസും, അല്ലെങ്കിൽ ഫേക്കും റിയലും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് എന്തൊക്കെ കാര്യങ്ങളോടുകൂടി സംഭവിക്കണം? സിമ്പിളായിട്ട് പറയും, ക്യാൻഡിൽ ക്ലോസ് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. സിമ്പിൾ, മനസ്സിലായല്ലോ. അതിനുശേഷം എന്താണ്? അതിനുശേഷം ഈ ഒരു ലാസ്റ്റ് ലോയിലായിട്ട് എന്തുണ്ടാവും? ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവും. ഈ ഓർഡർ ബ്ലോക്കിൽ എന്താവും? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്? ഒരു ഡിമാൻഡിലുണ്ടാവും. കാരണം ഇതൊരു ബുള്ളിഷ് സെനാരിയോ അല്ലേ. അതിനുശേഷം എന്താണ്? പ്രൈസ് ഓർഡർ ബ്ലോക്കിലെത്തുന്നു, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. സിമ്പിളായല്ലോ. ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി സെക്കൻഡ് നോക്കുക. ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എന്തുണ്ടാവും? ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് നടന്നിട്ടുണ്ടാവും. കണ്ടോ നോക്ക്, ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് നടന്നിട്ടുണ്ടാവും. ഒരു സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് വന്നിട്ടുണ്ടാവും. ഈ സ്ട്രക്ചർ ബ്രേക്ക് ഞാൻ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒരു ക്യാൻഡിൽ ക്ലോസിലും കിട്ടണം, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ, അതായത് നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലോട് കൂടിയിട്ട്. അതിനുശേഷം എന്ത് ചെയ്യും? പ്രൈസ് ഡയറക്റ്റ്ലി പോയിട്ട് ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ താഴത്തേക്ക് ഒരു എൻട്രി എടുക്കുന്നു. ഇതാണ് റിയലായിട്ട് നമ്മളെ മോഡൽ നമ്പർ 1. ഇനി എന്താണ്? മോഡൽ നമ്പർ 1ൽ തന്നെ പലരും ഫേക്ക് ഔട്ട് ആയിട്ട് എടുക്കുന്ന കാര്യമാണ്. എന്താണ്? സ്ട്രക്ചർ ബ്രേക്കും ഓർഡർ ബ്ലോക്കും എല്ലാം ഉണ്ട്, പക്ഷെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. കണ്ടോ നിങ്ങൾ? ലിക്വിഡിറ്റി സ്റ്റിൽ റെസ്റ്റിംഗ്. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ വരുന്ന ഓർഡർ ബ്ലോക്കും ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെ ഫോം ആവുന്ന സ്ട്രക്ചർ ബ്രേക്കും ഇൻവാലിഡ് ആണ്. അതെന്താണ്? അത് ഓർഡർ ബ്ലോക്ക് ട്രാപ്പാണെന്ന് നമുക്ക് പറയാം. ട്രാപ്പ് ഓർഡർ ബ്ലോക്ക്. പലരും പോയിട്ട് ട്രാപ്പ് ചാടിയിട്ട് ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. മനസ്സിലാക്കുക, ഓർഡർ ബ്ലോക്കും സ്ട്രക്ചർ ബ്രേക്കും മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് കാണാം. 1 മിനിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തുരുതുരായിട്ട് നമുക്ക് ഓർഡർ ബ്ലോക്കും പലകളും കാണാം. പക്ഷേ ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഏതാണ്?
എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് കാര്യം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബുള്ളിഷ്, നമ്മൾ മോഡൽ 1 ബുള്ളിഷ് നോക്കുകയാണെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ്, അതായത് മാനിപ്പുലേഷൻ, അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതാണ് എക്സ്പാൻഷൻ. അതിനുശേഷം എന്താണ്, ഈ മാനിപ്പുലേഷൻ നടന്ന, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് റീട്രേസ്മെൻറ്റ് വരുന്നു, ഓർഡർ ബ്ലോക്ക് ഒന്ന് തിരിച്ചും മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, അതുപോലെ തന്നെ ബെയറിഷ് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് മാനിപ്പുലേഷൻ, ക്യാൻഡിൽ ക്ലോസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുന്ന ഓർഡർ ബ്ലോക്കിന് ഞാൻ പറഞ്ഞു എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ആവശ്യകത ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് വരുന്നു, അതിനുശേഷം മിറ്റിഗേറ്റ് ചെയ്തു പ്രൈസ് താഴേക്ക്. ഓക്കെ, ഇപ്പോൾ എന്താ സിമ്പിളായിട്ട് നമ്മളെന്താണ് ഈ പറഞ്ഞ കാര്യം ഒരു 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഇനി എന്താണ്, അതിലും കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ചാർട്ട് എക്സാമ്പിൾസ് നോക്കിയിട്ട് വേഗം തിരിച്ച് വരാം. അങ്ങനെ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മളുടെ മോഡൽ നമ്പർ 1 ബെയറിഷ് സെറ്റപ്പാണ്, അതായത് ബെയറിഷ് മോഡലാണ്. ഇതിനായിട്ട് എന്താണ്, നമ്മൾ മോഡൽ നമ്പർ 1 തിയറിറ്റിക്കൽ ലെവലിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ ബെയറിഷ് സ്ട്രക്ചർ ബ്രേക്ക്, വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനായിട്ട് വാലിഡ് സ്ട്രക്ചർ ബ്രേക്കിന് ആദ്യം തന്നെ വേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ആദ്യം തന്നെ വേണ്ടത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. അതിനുശേഷം എന്താണ്, ഒരു ക്യാൻഡിൽ ക്ലോസോട് കൂടി ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടുള്ള എന്ത് വേണം, ഒരു സ്ട്രക്ചർ ബ്രേക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബെയറിഷ് ആയിട്ടുള്ള, അതായത് ബെയറിഷ് ആയിട്ടുള്ള എന്ത്, ഒരു സ്ട്രക്ചർ ബ്രേക്കിന് ആദ്യം വേണ്ടത് ലിക്വിഡിറ്റി സ്വീപ്പ്, അതുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസോട് കൂടിയിട്ടുള്ള എന്ത്, സ്ട്രക്ചർ ബ്രേക്ക് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. അതായത് നോക്കൂ നിങ്ങൾ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഉണ്ട് ഇല്ലേ, ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലോട് കൂടി ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ബെയറിഷ് സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് കിട്ടി. ഇനി എന്താണ്, ഇനി നമ്മൾ ബെയറിഷ് നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ടതാണ് എന്ത്, നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. ഈ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, നമുക്ക് ഗുഡ് റിസ്ക് റിവാർഡ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സോൺ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടും. അതുപോലെ നോക്കൂ നിങ്ങൾ, ഇവിടെ ആ ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള എന്ത് ഓർഡർ ബ്ലോക്ക് പറയാം. ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് ആദ്യം വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്കാണ്. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഓരോ രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ വാലിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് എന്താണ്, പ്രൈസ് നമ്മളുടെ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് റിട്ടേൺ ആയിട്ട് പ്രൈസ് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ വാലിഡായിട്ട് എന്താദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, വാലിഡായിട്ട് നമ്മളെന്താ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വാലിഡായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ടേക്ക് ഔട്ട് ചെയ്യുന്നു. ആ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, അതിനുശേഷം എന്തായിരിക്കും, അതിനുശേഷമായിരിക്കും പ്രൈസ് താഴേക്കുള്ള പ്രൈസിൻ്റെ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മളെന്താണ്, ആ ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചു. അത് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ എന്ത്, അക്യുമുലേഷൻ സ്റ്റേജ്. അതുപോലെ ഇതെന്താണ്, ദർ ഈസ് എ മാനിപ്പുലേഷൻ. അതിനുശേഷം എന്താണ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പാൻഷൻ. അതിനുശേഷം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, റീട്രേസ്മെൻറ്റ്. ഈ റീട്രേസ്മെൻറ്റ് പോയത് എങ്ങോട്ടാണ്, മാനിപ്പുലേഷൻ നടന്ന ഏരിയ. മാനിപ്പുലേഷന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ബേസിലായിരിക്കും നമ്മളുടെ ഓരോ എൻട്രീസും. ഓക്കെ, ഇപ്പോൾ നമ്മളെന്താണ് ബെയറിഷ് പറഞ്ഞു. ഇനി നമുക്ക് ബുള്ളിഷ് സെനാരിയോ നോക്കാം. അങ്ങനെ ഇനി ബുള്ളിഷ് സെനാരിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് കണ്ടിന്യൂസ്ലി പ്രൈസ് താഴേക്ക് വരികയാണ്. നമ്മൾ ഇവിടേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം വന്ന ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വന്ന ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒരു എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ദർ ഇസ് എ ലിക്വിഡിറ്റി സ്വീപ്പോട് കൂടിയിട്ടാണ് ആക്ച്വലി എന്ത് സംഭവിച്ചിട്ടുള്ളത്, ലിക്വിഡിറ്റി സ്വീപ്പോട് കൂടിയാണ് ആക്ച്വലി സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചില്ല. പക്ഷേ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്കിന് ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. സ്ട്രക്ചർ ബ്രേക്ക് നോക്കൂ നിങ്ങൾ, ഇത് ഫെയിലിയർ ടു ക്ലോസ് ആണ്. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ഇല്ല. അതുപോലെ നിങ്ങൾ നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്താണ്, ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ഇത് എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ക്യാൻഡിൽ ക്ലോസ് ടു ഫെയിലിയർ. ഓക്കെ, ക്ലോസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ എന്താണ്, ദർ ഈസ് എ ഈ ഒരു പുൾ ബാക്കിലായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്,
ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഫസ്റ്റത്തെ ക്യാൻഡിലിൽ വിക്കോട് കൂടിയാണെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ, ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൽ എന്തായിട്ടുണ്ട്, ക്യാൻഡിലോട് കൂടിയിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത്, ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഈ ലോ നോക്ക് നിങ്ങൾ, ഈ ഒരു ലോ കറക്റ്റ്ലി പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ വാലിഡ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ബുള്ളിഷ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് എന്താണ്, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓർഡർ ബ്ലോക്ക് ഏതാണ്, നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഹിയർ ഈസ് ദ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം തന്നെ പറയാണ്, വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ട്. സ്ട്രക്ചർ ബ്രേക്ക് വേണം, അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. ഇവിടെ എന്താണ്, വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിയർ ഈസ് ദ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ ഗുഡ് റിസ്ക് റിവാർഡായിട്ടാണ് ആക്ച്വലി എന്തുള്ളത്, നമ്മളുടെ ഒ ബി ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ഒ ബിയിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഒ ബിയിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ്, നല്ലൊരു റിസ്ക് റിവാർഡോട് കൂടിയിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണ്, നമ്മൾ ആദ്യം തന്നെ ഇതിനായിട്ട് എന്തും വേണം, നമ്മൾ വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിനുശേഷം എന്താണ്, അതിനുശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യൽ. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യൽ. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AMD കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ദർ ഈസ് എ അക്യുമുലേഷൻ സ്റ്റേജ്. അതിനുശേഷം എന്താണ്, മാനിപ്പുലേഷൻ സ്റ്റേജ്. അതിനുശേഷം എന്താണ്, ദർ ഈസ് എ എക്സ്പാൻഷൻ സ്റ്റേജ്, റീട്രേസ്മെൻറ്റ് ടു മാനിപ്പുലേഷൻ. അതിനുശേഷമാണ് ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മൾ മോഡൽ നമ്പർ 1 മനസ്സിലാക്കി. ഇനി നമ്മൾ മോഡൽ നമ്പർ 2 പോകുന്ന സമയത്ത് സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം പഠിച്ച സെയിം കാര്യം തന്നെയാണ്, ഇതിൻ്റെ കൂടെ ഒരൊറ്റ കോമ്പോണൻറ്റ് വരുന്നുണ്ട്, അതാണ് ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കെന്താണ്, വാലിഡ് ആയിട്ട് ഒരു ബുള്ളി സെനാരിയോയിൽ നോക്കും നിങ്ങൾ. ബുള്ളി സെനാരിയോയിൽ ഇവിടെ നമ്മൾ വാലിഡും ഇവിടെ നമ്മൾ ഇൻവാലിഡുമാണ് കൊടുത്തത്. ഒരു വാലിഡ് സെനാരിയോയിൽ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് ഒരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, ക്യാൻഡിൽ ക്ലോസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, 4 കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അതിൽ കൂടെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ആദ്യം വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് വേണം, ഏരിയ ഓഫ് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എന്ത് വരണം, ഒരു FEG വരണം. അങ്ങനെ നമുക്ക് എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടും. ഇവിടെ ആക്ച്വലി ഈ മോഡൽ നമ്പർ 2 ആക്ച്വലി എന്താണ്, ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ, അതായത് നമ്മളെന്താണ് മോഡൽ നമ്പർ 1 പറഞ്ഞത്, അവിടെ ഡയറക്റ്റ് ആയിട്ട് എന്താണ്, പ്രൈസ് ആ ഒരു എക്സ്പാൻഷൻ കഴിയുന്നു, റീട്രേസ്മെൻറ്റ് നേരെ വന്നിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകുന്നു അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നു. ഇവിടെ ഇങ്ങനെയാണ്, പ്രൈസ് താഴേക്ക് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രൈസ് റിവേഴ്സ് ആവും. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് റിവേഴ്സ് ആവും. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് കിട്ടാതെ വെദർ എവിടെയായിരിക്കും, FEGയിൽ ടാപ്പ് തന്നിട്ടായിരിക്കും ചിലപ്പോൾ മുകളിലേക്ക് പോകുന്നത്. ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ഓർഡർ ബ്ലോക്കാണ്. ബിക്കോസ് ഓഫ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡർ ബ്ലോക്സ് ആണ്. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നോക്കുന്ന ഒരാൾക്ക് അത് എൻട്രി ആയിട്ടായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് എ ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, കാരണം എൻ്റെ റിസ്ക് റിവാർഡ് മാച്ച് ആവണമെങ്കിൽ ഓർഡർ ബ്ലോക്കിലെ ഹൈ തന്നെ മിറ്റിഗേറ്റ് ചെയ്യണം. ഹൈ മിറ്റിഗേറ്റ് ചെയ്താലായിരിക്കും ലോയിൽ എൻ്റെ എന്തുണ്ടാവുക, ഓർഡർ ബ്ലോക്ക്. കാരണം FEG വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിൽ എൻ്റെ റിസ്ക് റിവാർഡ് എനിക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ എന്താണ്, റിസ്ക് റിവാർഡ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഓർഡർ ബ്ലോക്കിൽ എത്തുന്ന സമയത്ത് എൻ്റെ റിസ്ക് റിവാർഡ് മാച്ച് ആയിരിക്കും. അത് നിങ്ങൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തവരാണെങ്കിൽ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഞാൻ യൂസ് ചെയ്യുന്നതും ഓർഡർ ബ്ലോക്കിലുള്ള എൻട്രിയാണ്. അതുകൊണ്ട് ഓർഡർ ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നു. ആ ഒരു ഏരിയയെ നമ്മൾ എന്താണ്, ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ബിക്കോസ് അതിനുശേഷം പ്രൈസ് ആ ഇൻഡ്യൂസ്മെൻറ്റിനെ കട്ട് ചെയ്തുകൊണ്ട് ഓർഡർ ബ്ലോക്കിൽ എത്തിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ മോഡൽ നമ്പർ 2 നമുക്കൊരു ബുള്ളിഷ് എൻട്രി കിട്ടുന്നത്. ഓക്കെ, ഇൻവാലിഡ് നമുക്കറിയാലോ, ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ബിലോ ഹിയർ. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാതെയാണ്. ഓക്കെ, ബെയറിഷ് സെനാരിയോയിൽ. ഓക്കെ,
ഇനി നമ്മളെന്താണ് ബെയറിഷ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട്, സ്ട്രക്ചർ ബ്രേക്ക്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നു, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യാതെ അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഓർഡർ ബ്ലോക്ക് ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക്, ഇൻവാലിഡ്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലായല്ലോ. ഇനിയും ഞാൻ ഒന്നുകൂടി പറയുന്നില്ല, അറിയാത്തവരാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിക്കുക, കാണുക. നമുക്ക് എന്താ ചെയ്യാം, ഇനി നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസ് നമ്മൾ മോഡൽ നമ്പർ 1 നോക്കിയതുപോലെ നോക്കിയിട്ട് വേഗം വരാം. അങ്ങനെ നമ്മൾ മോഡൽ നമ്പർ 2 ബുള്ളിഷ് മോഡലാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മോഡൽ നമ്പർ 2 ബുള്ളിഷ് മോഡലാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യമാണ്, പക്ഷേ ഇതിൽ ഒരൊറ്റ കോമ്പോണൻ്റ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, അതാണ് ഇൻഡ്യൂസ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ആദ്യം തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്ട്രക്ചർ ബ്രേക്ക് വാലിഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. അതുപോലെ എന്താണ് ഇവിടെ മൈനറായിട്ട് വീണ്ടും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്കിന് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, മാനിപ്പുലേഷൻ സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് ക്യാൻഡിൽ ക്ലോസോട് കൂടി കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലോട് കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതെന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ഒരു വാലിഡ് ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വാലിഡ് ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് ആദ്യം വേണ്ടത് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഇവിടെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ട്. ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇനി നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഒ ബിയിൽ മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളുടെ ഈ ഒരു POI നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ മുകളിലേക്ക് എൻട്രി എടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, അതിന് ശേഷം പ്രൈസ് റീട്രേസ്. കാരണം എന്താണ് നമ്മളുടെ എക്സ്പാൻഷൻ സ്റ്റേജ് ആണ് ഇത്. കാരണം നമ്മളുടെ മാനിപ്പുലേഷന് ശേഷം നമ്മൾ നടക്കുന്നത് എന്താണ് എക്സ്പാൻഷൻ, അതിനുശേഷം റീട്രേസ്മെൻറ്റ് ടു മാനിപ്പുലേഷൻ സ്റ്റേജ്, അതിനുശേഷമായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നു, അതിനുശേഷം എന്താണ് പ്രൈസ് ഇവിടെ നിന്ന് ഇമ്പൾസീവായിട്ടൊരു മൊമെൻറ്റം മുകളിലേക്ക് കാണിക്കുന്നു. അതെന്തുകൊണ്ടാവാം? ചിലപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് ഒരു ലോ, ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങൾ നോക്കൂ, ഈ ഒരു ലാസ്റ്റ് ഹൈ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരുപാട് പേര് ബൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ എന്ത് ചെയ്യും, കുറച്ചുകൂടി കൺഫർമേഷൻ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റീട്രേസ്മെൻറ്റിന് കാത്തു നിൽക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ നിന്ന് റീട്രേസ്മെൻറ്റിന് കാത്തു നിൽക്കും. ഓക്കെ, അതിനുശേഷം റീട്രേസ്മെൻറ്റ് വന്നു ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, കൂടുതൽ ബയേഴ്സ് ഇവിടെ ബൈ ചെയ്യും. ഓക്കെ, ഇവിടെ ബൈ ചെയ്യും. അതിനുശേഷം എന്താണ് പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇനിയാണ് ആക്ച്വലി എന്താണ് ഇവിടെ എന്താണ് നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ട. ഓക്കെ, ഇവിടെ എന്താണ് അഗെയിൻ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഇത് ട്രാപ്പായിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഇത് ഇൻവാലിഡ് ആണ്. കാരണം എന്താണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ക്യാൻഡിൽ ലോസ് എല്ലാം ഉണ്ട്, പക്ഷെ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും എന്ത് ചെയ്യും, ഒരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു വെക്കും. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ആണെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തു വെക്കും. ഇനി എന്താണ് അവരുടെ ഇൻറ്റൻറ്റ്? കാരണം ഇനി പ്രൈസ് താഴേക്ക് വരില്ല, പ്രൈസ് പോവും. അവിടെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കോളജിക്കൽ ബാരിയേഴ്സിനെ, നമ്മുടെ സൈക്കോളജീനെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി പ്രൈസ് താഴേക്ക് വന്ന് ഇത് മിറ്റിഗേറ്റ് ചെയ്ത് പോകാനൊന്നും പോകുന്നില്ല. പ്രൈസ് എന്ത് ചെയ്യും, പെട്ടെന്നൊന്ന് വന്നു ടിക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് താഴെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടെന്നാണ് പ്രൈസ് അവിടേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്നായിരിക്കും എൻ്റെ എൻട്രി. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് നമുക്ക് ടച്ച് ചെയ്ത് നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്. പല ആളുകളും എന്താ ചെയ്യുക, ഈ ഒരു രീതിയിൽ എൻട്രി എടുക്കും. ഓക്കെ, ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പാണ്. സിമ്പിളായിട്ട് നമ്മളിത് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾ നോക്കൂ, ഇത് ഒരു ഈക്വൽ ലോ ആയിട്ട് ഫോം ചെയ്യും.
കണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു ഈക്വൽ ലോ ആയിട്ട് ഫോം ചെയ്യും. ഇതെന്തിനാണ്? താഴെയുള്ള ഓർഡർ ബ്ലോക്കിന് ലിക്വിഡിറ്റി ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എങ്ങനെയാണ്? പ്രൈസ് താഴെ വന്ന് അറൗണ്ട് പ്രൈസ് താഴെ വന്നതിന് ശേഷം അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും ദ റിയൽ മൂവ് ഹാപ്പൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഇതിനെ ഇൻഡ്യൂസ്മെൻ്റ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്, അതായത് ഒ ബി ട്രാപ്പ്. ഓക്കെ, നമുക്കെന്താണ് വാലിഡ് ആയിട്ട് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, അതിന് നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് കിട്ടി. ആ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്കെന്താണ് എഗെയിൻ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് പോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ചെയ്തുകൊണ്ട് നമ്മളുടെ ആക്ച്വലി നമ്മൾ പറഞ്ഞു വെച്ച ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസിൻ്റെ ആ ഒരു ഇനീഷ്യൽ മൂവ് മാർക്കറ്റ് മുകളിലേക്ക് നടത്തുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സെയിം കാര്യം തന്നെ നമ്മൾ മോഡൽ നമ്പർ 1 പറഞ്ഞതുപോലെ തന്നെ, പക്ഷെ എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക ആ ഓർഡർ ബ്ലോക്ക് സ്ട്രെങ്തനിങ്ങിന് ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിന് സ്ട്രെങ്ത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ AMD പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ദർ ഈസ് എ അക്യുമുലേഷൻ സ്റ്റേജ്, അതിനുശേഷം മാനിപ്പുലേഷൻ, ഇതെന്താണ് എക്സ്പാൻഷൻ, റീട്രേസ്മെൻറ്റ് ടു എവിടേക്ക് മാനിപ്പുലേഷൻ നടന്ന ഏരിയ, അവിടെ നിന്നായിരിക്കും ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പം എന്താണ് നമ്മൾ ബുള്ളിഷ് സെനാരിയോ നോക്കി, ഇനി നമുക്ക് നോക്കേണ്ടത് ബെയറിഷ് സെനാരിയോ. ഇനി ബെയറിഷ് മോഡൽ, നമ്മളുടെ മോഡൽ 2 നമ്മളുടെ ബെയറിഷ് മോഡൽ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വാലിഡ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ഇവിടെ വന്ന ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പുൾ ബാക്ക്, ഇതാണ് ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ്. അപ്പോൾ പലരും ചോദിക്കും എന്തുകൊണ്ട് ഇത് ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് എടുക്കും? ഇങ്ങനെയും എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ദിവസം ക്ലോസ് ചെയ്തതിന് ശേഷം, പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തത് ഒരുപാട് താഴെയായിട്ടാണ്. ഓക്കെ, തൊട്ട് മുകളിൽ ലോ ഒന്നും മാർക്കറ്റിന് ടേക്ക് ഔട്ട് ചെയ്യാനില്ല. അതുകൊണ്ട് ടേക്ക് ഔട്ട് ചെയ്യാനുള്ളത് ആകെ ആ ദിവസം തന്നെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടേം ഹൈ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്ന് പറയാം. കാരണം സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്, ബെയറിഷ് ആയിട്ടുള്ള സ്ട്രോങ് ക്യാൻഡിലോട് കൂടി ക്യാൻഡിൽ ക്ലോസോട് കൂടി കിട്ടിയിട്ടുണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് വേണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാലിഡ് ആയിട്ട് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് നോക്കിയിട്ട് റിസ്ക് റിവാർഡ് പ്രകാരം ഗുഡ് റിസ്ക് റിവാർഡാണ്. അതുപോലെ തന്നെ എന്താണ് ദർ ഈസ് എ ഇംബാലൻസ് റൈറ്റ് ഹിയർ. അതുകൊണ്ട് തന്നെ എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് മുകളിലേക്ക് വന്ന് അതിനുശേഷം താഴേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് പോകുന്നു, എന്താണ് ഒരു മാനിപ്പുലേഷന് ശേഷം ഈ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ആ ഒരു എക്സ്പാൻഷൻ ആണ്. അതിനുശേഷം എന്താണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഇനി നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് നമ്മളുടെ OBയിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴേക്ക് വരുന്നതാണ് നമ്മളുടെ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് നമ്മളുടെ ആ ഒരു റീട്രേസ്മെൻറ്റ് മോഡൽ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആയിട്ട് പ്രൈസ് റിവേഴ്സ് ആവുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ദർ ഈസ് എ IDX, അതായത് ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, പ്രൈസ് എന്തായിരിക്കും, പ്രൈസ് IDXനെ ടാപ്പ് ചെയ്തും കൊണ്ടായിരിക്കും പ്രൈസ് താഴേക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് കിട്ടി, വാലിഡ് ആയിട്ട് ഓർഡർ ബ്ലോക്ക് കിട്ടി, ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, പ്രൈസ് ടാപ്പായി. ഓക്കെ, IDX ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ എന്താണ് നമ്മളുടെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ടാപ്പായി. അതിനുശേഷം എന്തായിരിക്കും പ്രൈസ് കണ്ടിന്യൂസ്ലി താഴേക്ക് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്കിലായിരിക്കും എന്തുണ്ടാവുന്നത്, വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ സ്ട്രക്ചർ ബ്രേക്കും ഓർഡർ ബ്ലോക്കും വാലിഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മോഡൽ 2 നമ്മൾ നോക്കുന്നത് IDX ആണ്, അതായത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുന്നു. ഇൻഡ്യൂസ്മെൻറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് വരുന്ന സമയത്തായിരിക്കും നമ്മളുടെ എൻട്രി, അതിനുശേഷമായിരിക്കും മൊമെൻറ്റം. ഇപ്പം ഞാൻ മൊത്തം
മൊത്തമായിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു ബെയറിഷ് സ്ട്രക്ചറിൽ നമുക്ക് ഈ ഒരു എക്സ്പാൻഷൻ തന്ന് റീട്രേസ്മെൻറ്റ് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കൂ, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്. അതുപോലെ തന്നെ മുകളിലേക്ക് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് അല്ലേ, കാരണം ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, ദർ ഈസ് എ ഇംബാലൻസ് ഉണ്ട്, അതുപോലെ ക്യാൻഡിൽ ക്ലോസോടുകൂടി ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി. റൈറ്റ്, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ബുള്ളിഷ് സെനാരിയോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ബുള്ളിഷ് സെനാരിയോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ബുള്ളിഷ് സെനാരിയോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതായിരിക്കും, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഓർഡർ ബ്ലോക്കിന് ശേഷം ഇവിടെ എന്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ദർ ഈസ് എ IDX. കണ്ടോ നിങ്ങൾ, IDX ക്രിയേറ്റ് ആയി. ഞാനിപ്പോൾ പറയുന്നത് ബുള്ളി സെനാരിയോയിലാണ്, കാരണം ബെയറിഷ് സെനാരിയോയിൽ നമുക്ക് കിട്ടിയ എക്സാമ്പിളിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡബിൾ ബോണസ് ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ബുള്ളി സെനാരിയോ. കാരണം ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക് വന്നു, അതിനുശേഷം എന്താണ്, ഇവിടെ എന്താണ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ എന്താണ്, ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിലാണ് പ്രൈസ് നിൽക്കുന്നത്. അത് എന്താണ്, ഇനി OBയിലേക്ക് ടാപ്പ് കൂടി കിട്ടിയാൽ, ഓക്കെ, ഞാൻ പറയുന്നു OBയിലേക്ക് ടാപ്പ് കിട്ടി, ഓക്കെ, OBയിലേക്ക് ടാപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ഇനി നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം മുകളിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മോഡൽ 1 പഠിച്ച കാര്യങ്ങൾ, എന്താണ്, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്കും വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കും. മോഡൽ നമ്പർ 2 സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, മോഡൽ നമ്പർ 2 അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കൂടി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലായി മോഡൽ നമ്പർ 2 മോഡൽ നമ്പർ 1 നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പിലാണ്. ഓക്കെ, മോഡൽ നമ്പർ 1 ഇൻഡ്യൂസ്മെൻ്റ് ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നു, ഡയറക്റ്റ് ആയിട്ട് റിവേഴ്സൽ ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്നു എൻട്രി. മോഡൽ നമ്പർ 2 എങ്ങനെയാണ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡ്യൂസ്മെൻറ്റ്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് IDM, അല്ലെങ്കിൽ ഇതിനെ IDX എന്നും പറയും. ഓക്കെ, IDX എന്നോ IDM എന്നോ ഇനി ID എന്ന് മാത്രം വേണമെങ്കിൽ പറയണേ, അങ്ങനെയും പറയാം. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് ആഫ്റ്റർ ആൻ ഓർഡർ ബ്ലോക്ക് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഓർഡർ ബ്ലോക്ക് ഈസ് സ്ട്രോങ്ങർ. കാരണം ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലോ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ഫോം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക, ആ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു PDRA വളരെയധികം സ്ട്രോങ്ങർ ആയിരിക്കും. കാരണം ആ ഓർഡർ ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ആ ഒരു PDRAക്കുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യുന്നത് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്മെൻറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഫോൾസ് ബ്രേക്ക്ഔട്ട് ഓർ റിവേഴ്സൽ ഈസ് യൂസ്ഡ് ടു മിസ്ലീഡ് റീറ്റെയിൽ ട്രേഡേഴ്സ് അലോവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു എൻ്റർ എ ബെറ്റർ പ്രൈസസ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി വരുന്നതിന് മുമ്പ് എഗെയിൻ ആയിട്ടൊരു ട്രാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇൻഡ്യൂസ്മെൻ്റ് അവിടെ ഫോം ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, വെൻ പ്രൈസ് റിട്ടേൺ ടു ദ ഓർഡർ ബ്ലോക്ക് ആൻഡ് മൂവ് ദ എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ, ഇറ്റ് കൺഫേം ദാറ്റ് ദ ഓർഡർ ബ്ലോക്ക് ഈസ് ദ കീ ലെവൽ ആൻഡ് റെസ്പെക്റ്റഡ് ബൈ ദ മാർക്കറ്റ് ഷോയിങ് ഇറ്റ് സ്ട്രെങ്ത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിലോ തൊട്ട് താഴെയായിട്ടോ ഒരു IDX കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, എന്താണ്, അത് ട്രാപ്പ് ആവാനുള്ള ചാൻസ് ആണ്, അത് OB ട്രാപ്പ് ആവാനുള്ള ചാൻസ് ആണ്, അത് ലിക്വിഡിറ്റി ബിൽഡപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദയവ് ചെയ്ത് ട്രാപ്പ് ആവാതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു IDX വരികയാണെങ്കിൽ മനസ്സിലാക്കുക, ചാടി കയറി ഫോമോ എക്സ്പ്രസ് ചെയ്യാതെ പ്രൈസ് എന്ത് ചെയ്യുക, അതൊരു IDX ആയിട്ട് ടേക്ക് ഔട്ട് ചെയ്ത്, ഓർഡർ ബ്ലോക്ക് ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇനി നമ്മളെന്താണ്, മോഡൽ നമ്പർ 3 നോക്കുകയാണെങ്കിൽ, നമ്മൾ മോഡൽ നമ്പർ 1 പറഞ്ഞു, മോഡൽ നമ്പർ 2 പറഞ്ഞു, ഇനി മോഡൽ നമ്പർ 3 നോക്കുകയാണെങ്കിൽ മോഡൽ നമ്പർ 2 തന്നെയാണ്. പക്ഷെ എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം POIയുടെ ഒരു മിറ്റിഗേഷനോട് കൂടിയിട്ടാണ് മോഡൽ നമ്പർ 3 ഫോം ചെയ്യുന്നത്. കാരണം മോഡൽ നമ്പർ 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു ഹയർ ടൈം ഫ്രെയിം POIനെ ടാപ്പ് ചെയ്ത്, ഒരു ഹയർ ടൈം ഫ്രെയിം POI എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, ഒരു ഹയർ ടൈം ഫ്രെയിം POI എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, OB വരാം, FEG വരാം, ബ്രേക്കർ ബ്ലോക്ക് വരാം, മിറ്റിഗേഷൻ ബ്ലോക്ക് വരാം, ഈവൻ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതുപോലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, പൂള് വരെ വരാം. ഇതിനെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്, ഒരു ഹയർ ടൈം ഫ്രെയിം POI ആയിട്ടാണ്. എഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ഹയർ ടൈം ഫ്രെയിം POI
ഹയർ ടൈം ഫ്രെയിം POI എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? ഓർഡർ ബ്ലോക്ക് ആവാം, FEG ഓർ ഇംബാലൻസ് ആവാം, അതുപോലെ ബ്രേക്കർ ബ്ലോക്കോ മിറ്റിഗേഷൻ ബ്ലോക്കോ എന്തുമാവാം. അതുപോലെ ഈവൻ താഴേക്ക് നോക്കൂ നിങ്ങൾ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവാം, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ മോഡൽ നമ്പർ 2 പറഞ്ഞ സെയിം സാധനം, പക്ഷെ എന്താണ്, അവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം POIയിൽ മിറ്റിഗേഷൻ ആയിരിക്കണം. അവിടെ 2 സെനാരിയോ ആണ് നമുക്ക് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഹയർ ടൈം ഫ്രെയിം POI ഒരു PDRA ആയിട്ടുള്ള സെനാരിയോ. എങ്ങനെയാണ്? പ്രൈസ് താഴേക്ക് വരുന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഒരു ഹയർ ടൈം ഫ്രെയിം POI. ഇതെന്താണ്, ഇവിടെ PDRAs അല്ലെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ട് അറേസ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിലോ ഫെയർ വാല്യൂ ഗ്യാപ്പിലോ ഏതിലെങ്കിലും മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ മോഡൽ നമ്പർ 2 എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, ഒരു IDX, അതിനുശേഷം ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുന്നു. സിമ്പിൾ ഒരു ബുള്ളി സെനാരിയോ. ബെയറി സെനാരിയോയിൽ എന്താണ്, ബെയറി സെനാരിയോയിൽ ബെയറിഷ് ആയിട്ടുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം POI, അതായത് ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് ലോവർ ടൈം ഫ്രെയിം ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 അവർ എൻ്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ആയിരിക്കും. ഹയർ ടൈം ഫ്രെയിമിനായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ മോഡൽ 2 പ്രകാരം എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ത് ചെയ്യുന്നു, ഒരു ഹയർ ടൈം ഫ്രെയിം POIയിൽ തട്ടിയിട്ടാണ് അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് തരുന്നു, അതിനുശേഷം ഒരു IDX തരുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകുന്നു. ഇതാണ് മോഡൽ നമ്പർ 3 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിം POI നമ്മൾ PDRA കൺസിഡർ ചെയ്യുന്നത് പോലെ ഹയർ ടൈം ഫ്രെയിം POI നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, ലിക്വിഡിറ്റി പൂൾസ് ആയിട്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ എന്തുണ്ട്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വരുന്നു, ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, IDX, അതിനുശേഷം IDX ടാപ്പ് ചെയ്ത് പ്രൈസ് താഴേക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്കിലേക്ക്, അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ മുകളിലേക്ക്. അതുപോലെ തന്നെ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നു, പ്രൈസ് താഴേക്ക് എക്സ്പാൻഷൻ, സ്ട്രക്ചർ ബ്രേക്ക് തരുന്നു, വാലിഡ് ആണെന്നോ ചെക്ക് ചെയ്യുന്നു, ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണോ ചെക്ക് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക്. ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മോഡൽ നമ്പർ 2 പക്ഷേ ഹയർ ടൈം ഫ്രെയിം POI ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് മോഡൽ നമ്പർ 3 വരുന്നു. പ്രൈസ് IDX ടാപ്പ് ചെയ്യുന്നു, ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നു, അതിനുശേഷമായിരിക്കും പ്രൈസ് താഴേക്ക്. മനസ്സിലായല്ലോ? ഇപ്പം ഞാനിത് രണ്ടാമത് പറയുന്നില്ല, വീഡിയോ കുറച്ച് നല്ല ലെങ്ത് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാനിപ്പോൾ പറഞ്ഞത് അത്യാവശ്യം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ കൂടി നമുക്ക് എന്താണ് ചാർട്ടിൽ പോയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ മോഡൽ നമ്പർ 3 ബുള്ളിഷ് സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യം തന്നെ നമുക്ക് എന്താണ്, ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, നമുക്ക് എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് വാലിഡ് ആണോ നോക്കണം. അപ്പോൾ വാലിഡ് ആണോ നോക്കാൻ വേണ്ടി ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടോ, റൈറ്റ് ഹിയർ. ഇവിടെ എന്തുണ്ട്, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പോട് കൂടിയാണ് ആക്ച്വലി എന്ത്, നമുക്ക് മുകളിലേക്ക് പുഷ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഓർഡർ ബ്ലോക്ക് ആണ്. ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ എന്താണ്, ഓർഡർ ബ്ലോക്ക് വരച്ചിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്താണ്, ഞാൻ പറഞ്ഞതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട്, പക്ഷെ നോക്കൂ നിങ്ങൾ, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ദിസ് ഈസ് മൈ IDX. ഓക്കെ, ഇതാണ് എൻ്റെ IDX. ഇതാണ് എൻ്റെ IDX. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് നമുക്കെന്താണ്, വാലിഡായിട്ട് നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. സ്ട്രക്ചർ ബ്രേക്കിന് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് കാൻഡിഡേറ്റ് ലോസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാം ഉണ്ട്. അതുപോലെ എന്താണ്, ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, പക്ഷേ മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു IDX ഫോം ആയിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക് കൺഫേം. ഇനി ഞാൻ പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ ആണ്. പ്രൈസ് നമ്മളെന്താണ്, പ്രൈസിനൊന്ന് ചുരുക്കി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കൂ, വാലിഡ് ആയിട്ടുള്ള ഒരു ഇവിടെ ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം OBയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് ഇത് തന്നിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് മാറ്റാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ കളറ് റെഡ് കൂടിപ്പോയി. ഓക്കെ, നമുക്കെന്താണ്, ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്കെന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടാണ് പ്രൈസ് മുകളിലേക്ക് ബ്രേക്ക് ആയിട്ടുള്ളത്. ലിക്വിഡിറ്റി സ്വീപ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ നോക്കൂ നിങ്ങൾ, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കിൽ ഇതെന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു IDX ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡിമാൻഡിലേക്കാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഈ ഡിമാൻഡിലേക്ക് പ്രൈസ് വന്നിട്ടാണ് ഇവിടെ നമുക്ക് മോഡൽ നമ്പർ 2 കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് കുറച്ചുകൂടി സേഫറാണ് പ്രൈസ് എന്താണ്,
ഇവിടെ നിന്ന് ടേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, നമുക്ക് മോഡൽ നമ്പർ 1 ഉണ്ട് ഇതിൽ, മോഡൽ നമ്പർ 2 ഉണ്ട് ഇതിൽ, അതുപോലെ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു മിറ്റിഗേഷൻ കിട്ടിയിട്ടുള്ള മോഡൽ നമ്പർ 3 ആണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ പഠിച്ചതെല്ലാം വെച്ച് നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷനോട് കൂടിയിട്ടാണ് ഇത് എങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ്ങും നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആ ഒരു വാലിഡിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മോഡൽ നമ്പർ 1 പഠിച്ചു, മോഡൽ നമ്പർ 2 പഠിച്ചു, മോഡൽ നമ്പർ 3. മോഡൽ നമ്പർ 1 എന്താണ്, മോഡൽ നമ്പർ 1 നമുക്ക് നോർമലി ഒരു ഓർഡർ ബ്ലോക്ക്, സ്ട്രക്ചർ ബ്രേക്ക്. മോഡൽ നമ്പർ 2 എന്താ ഉള്ളത്, മോഡൽ നമ്പർ 2 ഒരു IDX ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ നമ്പർ 3 എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക്, ഓർഡർ ബ്ലോക്ക്, IDX. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഞാനിപ്പോൾ ബുള്ളിറ്റ് സെനാരിയോ നോക്കി, ഇനി നിങ്ങൾ ബെയറിഷ് സെനാരിയോ കണ്ടെത്തുക, ഒരു അസൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുക, അല്ലാതെ ഞാനെല്ലാം പറഞ്ഞു തരിക എന്നതല്ല കാര്യം. ഓക്കെ, ഇപ്പം ഞാൻ ബുള്ളിഷ് ചെയ്തതുപോലെ ബെയറിഷ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചാർട്ടിൽ പോയിട്ട് അന്വേഷിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു ഒരു PDR ആയിരിക്കാം, ബെയറിഷ് PDR ആയിരിക്കാം, പ്രൈസ് മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മളുടെ മോഡൽ 2 പ്രകാരം സ്ട്രക്ചർ ബ്രേക്ക് തരുന്ന സെനാരിയോ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷണൽ സൈസിങ്ങും ഈ ഓരോ 3 മോഡൽസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. റിസ്ക് മാനേജ്മെൻറ്റിൽ റിസ്ക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോസ് ആണ്. ഓക്കെ, മോഡൽ നമ്പർ 1 വരികയാണെങ്കിൽ മിനിമം 1:2. ഓക്കെ, മോഡൽ നമ്പർ 2 വരികയാണെങ്കിലും മിനിമം 1:2. പക്ഷെ മോഡൽ നമ്പർ 3 വരികയാണെങ്കിൽ മിനിമം 1:3. കാരണം അത് ഒരുപാട് കൺഫോർമേഷൻസോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നതാണ്, എപ്പോഴും കിട്ടണം എന്നില്ല. അതുപോലെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് നമ്മൾ അതിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പൊസിഷണൽ സൈസിങ് നോക്കുമ്പോൾ നമ്മളുടെ യൂസ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ തന്നെ ആയിരിക്കണം. മോഡൽ നമ്പർ 1 കിട്ടുകയാണെങ്കിൽ ഒരു മിനിമൽ ക്വാണ്ടിറ്റി. ഓക്കെ, മോഡൽ നമ്പർ 2 കിട്ടുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, മോഡൽ നമ്പർ 3 നമ്മൾ അത്രയും അഷ്യൂർഡ് ആണെങ്കിൽ നമുക്ക് കഴിയുന്ന ഒരു ഡീസൻറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, അതുകൊണ്ട് റിസ്ക് മാനേജ്മെൻറ്റ് പൊസിഷൻ സൈസിങ്ങും നമ്മൾ ഈ മോഡൽ വൈസ് ചെയ്യാണ്. ഇനി നമ്മൾ റിസ്ക് മാനേജും പൊസിഷൻ സൈസിങ്ങും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് പറയാനുള്ളത് ഇൻ കേസ് യൂസിങ് ദ സെയിം മോഡൽ, ഞാനിപ്പോൾ പറഞ്ഞ മോഡൽസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ സെയിം മോഡൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നു, അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ സെയിം റിസ്ക് മാനേജ്മെൻറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നു, ഒരു മാറ്റവുമില്ല, യൂസിങ് ദ സെയിം പൊസിഷൻ സൈസിങ്, ഞാൻ എടുക്കുന്ന അതുപോലെ ക്വാണ്ടിറ്റി. അതുപോലെ ഞാൻ പറയുന്നത്, ഇപ്പം ഒരു മോഡൽ നമ്പർ 3 അത്രയും നല്ലൊരു സെറ്റപ്പ് വരികയാണ്, അതിൽ സെയിം മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ മോഡൽ നമ്പർ 3 ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സെയിം റിസ്ക് മാനേജ്മെൻറ്റ്, ഞാൻ എത്രയാണോ റിസ്ക് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നത്. കാരണം ഒരു കോപ്പി ട്രേഡിംഗ് പോലെ ചെയ്യാണ്. ഓക്കെ, സെയിം റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നു, അതുപോലെ സെയിം പൊസിഷണൽ സൈസിങ്, ഞാൻ എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്നു. പക്ഷെ റിസൾട്ട്സ് ആർ ഡിഫറെൻറ്റ്. എനിക്ക് കിട്ടുന്ന റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. വൈ? എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇമോഷൻസ് ആണ്. എനിക്ക് എല്ലാ കാര്യവും പഠിപ്പിച്ചു തരാൻ പറ്റും, പക്ഷേ എൻ്റെ ഇമോഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ഇമോഷനിലായിരിക്കില്ല എനിക്ക്. ഇമോഷൻ്റെ ബേസിലാണ് നമ്മളുടെ റിസൾട്ട് ഡിറൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് സ്ട്രാറ്റജി ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ മോഡൽ നമ്പർ 1ഉം 2ഉം 3ഉം ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. പക്ഷേ ഇമോഷൻ റെഡി ആവാത്തോടത്തോളം കാലം നമുക്ക് ഒന്ന് ക്ലച്ച് പിടിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. ഓക്കെ, എനിക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജി, ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ എടുക്കുന്നതും നിങ്ങൾ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അത് ഇമോഷൻ്റെ ബേസിലാണ്. അപ്പം പലരും ചോദിക്കുന്നത് ഇമോഷൻസിനെ ഇമോഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സൈക്കോളജി പഠിക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. കാരണം സൈക്കോളജി പഠിക്കുക, ട്രേഡ് എടുത്ത് പഠിക്കുക, ഇതാണ് ഇമോഷൻസിനെ ഫിക്സ് ചെയ്യാനുള്ള ബെറ്റർ ആയിട്ടുള്ള കാര്യം. സൈക്കോളജീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്ലേ ലിസ്റ്റിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് പോയിട്ട് കാണുക. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മോഡൽ നമ്പർ 1 പറഞ്ഞു, മോഡൽ നമ്പർ 2 പറഞ്ഞു, മോഡൽ നമ്പർ 3 പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം ICTയുടെ AMD അഥവാ PO3 പവർ ഓഫ് 3 ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 3 മോഡൽസും. ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് സ്ട്രക്ചർ ബ്രേക്ക്,
അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ബെയറിഷ് സ്ട്രക്ചർ ബ്രേക്ക്, ബുള്ളിഷ് സ്ട്രക്ചർ ബ്രേക്ക്, അതുപോലെ ഓർഡർ ബ്ലോക്ക്, വൈസ് വേഴ്സ. അതുപോലെ മോഡൽ നമ്പർ 2 വരുമ്പോൾ എന്താണ്, സ്ട്രക്ചർ ബ്രേക്കും ഓർഡർ ബ്ലോക്കും ഉണ്ട്. അതിന് പുറമെ നമുക്ക് എന്താണ് IDX, അതായത് ഇൻഡ്യൂസ്മെൻറ്റ് ഇൻക്ലൂഡ് ആണ്. അതുപോലെ മോഡൽ നമ്പർ 3 വരുമ്പോൾ എന്താണ്, അവിടെ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു മിറ്റിഗേഷൻ, ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ്റെ കൂടെ സ്ട്രക്ചർ ബ്രേക്ക്, ഓർഡർ ബ്ലോക്ക്, അതുപോലെ IDX. ഓക്കെ, അതിനുശേഷം എന്താണ്, ഇതിൽ മൂന്നിലും നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, പൊസിഷണൽ സൈസിങ് എന്താണെന്ന് പറഞ്ഞു. റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ നമ്മളുടെ ആ റിസ്ക്, നമ്മൾ എടുക്കുന്ന റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, എങ്ങനെ എടുക്കുന്നു, ആ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ ഇതിനെ ബേസ് ചെയ്തു. പൊസിഷണൽ സൈസിങ് ആകുമ്പോൾ എന്താണ്, നമ്മൾ ഇപ്പോൾ പഠിച്ചതുപോലെ മോഡൽ നമ്പർ 1 കുറച്ചുകൂടി പ്രോബബിലിറ്റി കൂടുതലായിരിക്കും ഇതിന് മോഡൽ നമ്പർ 3. കാരണം എന്താണ്, അവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ പൊസിഷണൽ സൈസിങ് കുറച്ചുകൂടി വേഴ്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മോഡൽ നമ്പർ 3. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ മോഷൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം പാടാണ്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാലം എടുക്കുന്നതിൻ്റെ കാരണം ഈ മോഷൻ ഫിക്സ് ചെയ്യാനാണ്. അതുകൊണ്ട് ഈ മോഷൻ ഞങ്ങൾ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പം മോഡൽസ് മനസ്സിലായല്ലോ, 1 2 3. താങ്ക് യു.